മനുഷ്യരായാലും ഇത്ര ആർത്തി ഏതായാലും പാടില്ല കേട്ടോ. ഞാൻ ലിവർപൂളിനോടാണ് പറയുന്നത്. ശരിക്കും പാവങ്ങൾ ന്യൂകാസിൽ അവർ കഷ്ടപ്പെട്ട് പോയിട്ട് ആ ഹൂഗോ എക്കിറ്റിക്കയുടെ ഡീൽ എങ്ങനെയും നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി എടങ്കോലിട്ട് ന്യൂകാസിലിനെ പച്ചയ്ക്ക് പേടിപ്പിച്ചു. ഇവനെ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സ്ട്രൈക്കർ അലക്സാണ്ടർ ഇസാക്കിനെ സൈൻ ചെയ്യും എന്ന് പറഞ്ഞ് ഡയറക്റ്റ് മുഖത്ത് നോക്കി പേടിപ്പിച്ചു. അന്നേരം അവർ ശരിക്കും പേടിച്ച് അവരങ്ങ് മാറി ഡീലിൽ നിന്ന്. നിങ്ങൾ എന്നാ വെച്ചാൽ കാണിക്കുക എന്ന് ഓർത്തുകൊണ്ട് അവരങ്ങ് മാറി. ഇവർ നേരെ പോയിട്ട് ലിവർപൂൾ നേരെ പോയി ഹൂഗോ എക്കിറ്റിക്കെ സൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹൂഗോ എക്കിറ്റിക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ന്യൂകാസിൽ വിചാരിച്ചു ഇനിയിപ്പോൾ ആ ഒരു ശല്യം പോയല്ലോ, ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ രക്ഷപ്പെട്ടു എന്നോർത്തുകൊണ്ട് അവർ വേറെ ഡീലിൻ്റെ കാര്യമൊക്കെ ആയിട്ട് പോയപ്പം ഇന്ന് ന്യൂസ് വരുന്നു അലക്സാണ്ടർ ഇസാക്കിന് ന്യൂകാസിൽ വിട്ട് പോകണം. അപ്പോൾ അലക്സാണ്ടർ ഇസാക്ക് പയ്യെ പോയി അവരുടെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് ന്യൂകാസിലിൻ്റെ മാനേജ്മെൻറ്റിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ മതിയായി, എനിക്ക് വേറെ ക്ലബിലോട്ട് പോകണം, ഓഫേഴ്സ് വരും, നിങ്ങളത് ഡിസ്കസ് ചെയ്യുന്നുള്ള രീതിയിൽ പുള്ളി ന്യൂകാസിലിൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒഫീഷ്യലി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. ശരിക്കും ന്യൂകാസിലിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു ഈ അലക്സാണ്ടർ ഇസാക്കിനെയും എക്കിറ്റിക്കയും കൂടെ ഒരുമിച്ച് അവരുടെ ഇപ്പോൾ 2 ഫോർവേഡ് 4-4-2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ 2 ഫോർവേഡായിട്ട് ഈ അലക്സാണ്ടർ ഇസാക്കിനെ അതുപോലെ തന്നെ എക്കിറ്റിക്കയും കൂടെ ഒരുമിച്ച് കളിപ്പിക്കുക എന്നുള്ളത്. അതിപ്പോൾ ശരിക്കും ലിവർപൂൾ സ്വന്തം പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ സ്വന്തം പ്ലാനാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ശരിക്കും ന്യൂകാസിൽ ഇതുവരെയായിട്ടും അലക്സാണ്ടർ ഇസാക്കിന് വേണ്ടിയുള്ള നെഗോസിയേഷൻസിന് വേണ്ടിയൊന്നും ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ വിൽക്കത്തില്ല, അവനെ വിൽക്കാൻ താല്പര്യമില്ല, ഹീ ഈസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ള ആ ഒരു കാര്യത്തിൽ കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ് ന്യൂകാസിൽ. പക്ഷേ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾക്കൊന്നും എന്നാ പറയുന്നത് അയവൊന്നും വന്നില്ല. മിക്കവാറും അലക്സാണ്ടർ ഇസാക്ക് പോയിട്ടൊരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കും. അങ്ങനാണെങ്കിൽ നെഗോസിയേഷൻ ടേബിളിന് മുന്നിൽ ന്യൂകാസിലിൽ ഇരുന്നേ പറ്റത്തുള്ളൂ എന്നുള്ള പറയുന്ന ആ ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ വരും. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു വാലുവേഷനായിട്ടൊക്കെ പലരും പറയുന്ന ഒരു 150 മില്യൺ പൗണ്ട്സിനൊക്കെ ഡീല് നടത്താൻ അല്ലെങ്കിൽ ന്യൂകാസിലിനെ ടെംപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 150 മില്യൺ പൗണ്ട്സ് മേശപ്പുറത്ത് വെക്കണം എന്നാണ് പലരും പറയുന്നത്. പക്ഷേ 120-130 വരെ പോകാൻ ലിവർപൂൾ തയ്യാറാണെന്നാണ് കേൾക്കുന്നത്. ആ ഒരു റേഞ്ചിൽ മിക്കവാറും പ്രഷർ ഇപ്പം എന്നാ പറയുന്നത് നമ്മുടെ ഈ ഒരു അലക്സാണ്ടർ ഇസാക്കിൻ്റെയും അവരുടെ ഏജൻറ്റിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് പ്രഷർ കൂടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 120-130 പൗണ്ട്സിൻ്റെയൊക്കെ ഒരു ഡീല് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല റൂമേഴ്സും വരുന്നുണ്ട് ന്യൂകാസിൽ ഇനിയിപ്പം ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്ന ആ ഒരു RB ലൈപ്സിഗിൻ്റെ പ്ലെയറിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അലക്സാണ്ടർ ഇസാക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു പ്രൂവൺ ഗോൾ സ്കോറർ വേണം. അപ്പോൾ ബെഞ്ചമിൻ സെസ്കോ പോകണക്ക് മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ സെസ്കോയുടെ പുറകെ പോകും. ഒരു 80 മില്യൺ പൗണ്ട്സ് ആഡോൺസ് എല്ലാം കൂടെ കൂട്ടി ഒരു 80 മില്യൺ പൗണ്ട്സിനടുത്ത് വരുന്ന ഡീലിൽ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തെ ഒരു ഡീലാണ് RB ലൈപ്സിഗും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബെഞ്ചമിൻ സെസ്കോ ആണെങ്കിലും ഈ ഒരു സീസണോടെ എങ്ങനെയും പോകണമെന്നുള്ള ഒരു വാശി തന്നെയാണ് ബെഞ്ചമിൻ സെസ്കോയിൽ നിൽക്കുന്നത്. അപ്പം ഇതുപോലെ കാശുള്ള ഒരു ടീം അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണെങ്കിലും RB ലൈപ്സിഗും ചിന്തിക്കും പ്രൈസിലൊരു കുറച്ചൊരു എന്നാ പറയുന്നത് വാലുവേഷനിലൊക്കെ കുറച്ചൊരു കുറവ് വരുത്തി എങ്ങനെയും ഡീല് നടത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പം ബെഞ്ചമിൻ സെസ്കോയെ ന്യൂകാസിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ പുറകെ തന്നെ ഇവർക്ക് 2 സ്ട്രൈക്കറിനെ ഏതായാലും വേണം. ബ്രെൻഫോർഡിൻ്റെ വിസായ്ക്ക് വേണ്ടിയും പോകും. അപ്പോൾ അങ്ങനെ ഈ 2 സ്ട്രൈക്കറിനെ ആയിരിക്കും മിക്കവാറും ന്യൂകാസിൽ ഈ ഡീൽസൊക്കെ നമ്മൾ പറഞ്ഞ പോലൊക്കെ നടക്കുകയാണെങ്കിൽ ഈ 2 സ്ട്രൈക്കേഴ്സിനെ ബെഞ്ചമിൻ സെസ്കോയും അതുപോലെ തന്നെ വിസായും ആയിരിക്കും ന്യൂകാസിൽ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലിവർപൂൾ ശരിക്കും ഈ ഒരു ഡീലും കൂടെ ഈ ഒരു അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഡീലും കൂടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അലക്സാണ്ടർ ഇസാക്കിനെ ലിവർപൂളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പറ്റുകയാണെങ്കിൽ അവർ ഒരേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ 2 പ്രാവശ്യം ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ആദ്യത്തെ ടീമായിട്ട് മാറും ലിവർപൂൾ. ശരിക്കും FSGയുടെ ലിവർപൂൾ ഇങ്ങനത്തെ ഈ രീതിയിൽ കാശ് പൊട്ടിക്കുമെന്ന് ആരും ലിവർപൂൾ ഫാൻസ് പോലും അവരുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ FSG പോലും അവരുടെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ശരിക്കും ലിവർപൂൾ എത്ര കാശ് ഇനിയും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂളിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു കറക്റ്റൊരു ഫിഗർ ഒരു ക്ലാരിറ്റി എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പലരും പല എന്നാ പറയുന്നത് എമൗണ്ടാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇനിയിപ്പം 400 മില്യൺ പൗണ്ട്സ് വരെ ലിവർപൂളിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും, സെല്ലിംഗ് ഇല്ലാതെ അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് കേൾക്കുന്നു. ഏതായാലും ഈ അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഡീലേഴ്സ് ഔട്ട് ഗോയിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ ലിവർപൂളിന് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയോ
ലൂയിസ് ഡിയാസിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 65 മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡോൺസിൻ്റെ ഡീലിന് വേണ്ടി ബയേൺ മ്യൂണിച്ച് പ്രിപ്പയർ ആകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഡീല് നടന്നു കഴിഞ്ഞാൽ 70 മില്യൺ അടുത്തുള്ള ഒരു ഡീല് അങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഡാർവിൻ നൂനിസിൻ്റെ കാര്യത്തിൽ ഏകദേശം 60 മില്യൺ പൗണ്ട്സ് കിട്ടും എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഹാർവി എലിയറ്റിന് 50 മില്യൺ പൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കാശായി അവർക്ക്. പിന്നെ ഇപ്പം ഈ നമ്മുടെ ഈ ഒരു ലൂയിസ് ഡിയാസ് ഒക്കെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ, ശരിക്കും ലൂയിസ് ഡിയാസ് പോവുകയാണെങ്കിൽ അവർക്കൊരു ലെഫ്റ്റ് വിങ്ങർ വേണം. എക്കിറ്റിക്ക ഒന്നും അവർ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എന്നാ വെച്ചാൽ എക്കിറ്റിക്ക ഇസാക്കിനെ കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ജോട്ട അതുപോലെ തന്നെ ഡാർവിൻ ന്യൂനസ് ഇവരുടെ രണ്ടുപേരുടെയും റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും എക്കിറ്റിക്കയും അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്കും കളിക്കാൻ വേണ്ടി പോകുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ പ്രോപ്പർ ഒരു ലെഫ്റ്റ് വിങ്ങർ തന്നെ അവർക്ക് വേണം. കോഡി ഗാക്പോയുടെ കൂട്ടത്തിൽ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ വേണം. അവിടാണ് റോഡ്രിഗോ എന്ന് പറയുന്ന മനുഷ്യൻ അവതരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും സെല്ലിങ്, ഞാൻ ഈ പറഞ്ഞ ഈ 2-3 പ്ലെയേഴ്സിനെ സെല്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പുഷ്പം പോലെ അവർക്ക് റോഡ്രിഗോയെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ചിന്തുവാണ് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. നിങ്ങൾ ലിവർപൂൾ ഫാൻസിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളാണ് ഇപ്പം യുണൈറ്റഡ് ആണ് ഈ രീതിയിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്കും ഈ രീതിയിൽ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും വന്നേനെ. ഇനി നമുക്ക് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ അടുത്ത ട്രാൻസ്ഫർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കർ ആണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ക്ലാരിറ്റി വന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പം ഫബ്രിസിയോ റൊമാനോ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ആസ്റ്റൺ വില്ലയുടെ ഒലെ വാട്കിൻസ് ആണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. അപ്പം സെസ്കോ പോണക്കത്തെ ഒരു ടാർഗറ്റ് ഇതുവരെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റായിരുന്നു. പക്ഷേ ലിവർപൂൾ ഈ ഇസാക്കിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ന്യൂകാസിലായിരിക്കും ആ ഒരു സെസ്കോയുടെ ഡീല് പുൾ ഓഫ് ചെയ്യാൻ ഫേവറേറ്റ്സ്. അതും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആമ്പിള്ളേർ കൊത്തിക്കൊണ്ട് പോന്നു. ഇനി ഒലെ വാട്കിൻസിൻ്റെ ഡീല് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലി യുണൈറ്റഡ് അങ്ങോട്ട് പോയിട്ട് ആസ്റ്റൺ വില്ലയുടെ മുന്നിൽ അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. പ്ലെയറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ പ്ലെയറിനെ മേടിക്കണമെങ്കിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ അപ്രോച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ്റ്റൺ വില്ല പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഈസ് നോട്ട് ഫോർ സെയിൽ, പ്ലെയറിനെ വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ നിഷ്കരണം റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചുമ്മാ ചുളുവിൽ അടിച്ചു മാറ്റാം എന്നുള്ള വിചാരമൊന്നും വേണ്ട, നല്ല കാശ് സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒലെ വാട്കിൻസിനെ കിട്ടത്തുള്ളൂ എന്നുള്ള എന്നാ പറയുന്നത്, അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും 60 മില്യന് മുകളിലുള്ള ഒരു ബിഡ് വെച്ചാൽ മാത്രമേ, അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ബിഡ് വെച്ചാൽ മാത്രമേ ഒലെ വാട്കിൻസിനെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 29-30 വയസ്സ്, ഏകദേശം 30 വയസ്സാകാൻ പോകുന്ന പ്ലെയറിന് നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് കൂടി വന്ന ഒരു 2 സീസൺ 2-2.5 സീസൺ കൂടി വന്നാൽ കിട്ടുമായിരിക്കും പ്ലെയറിന്. 2 അല്ലെങ്കിൽ 3 സീസൺ പ്രതീക്ഷിച്ചു. 3 സീസണിൽ കൂടുതലൊന്നും ഒലെ വാട്കിൻസിൻ്റെ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്ട്രൈക്കേഴ്സൊക്കെ അവരുടെ പ്രൈമൊക്കെ പെട്ടെന്ന് ബാക്കിയുള്ള സ്ട്രൈക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവസാനിക്കുന്നത് കാണാറുണ്ട്. അവർ 30s കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രൈം പെട്ടെന്ന് അവസാനിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒലെ വാട്കിൻസിനെ നമുക്കൊരു ഒത്തിരി കാശ് സ്പെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലെയറിനല്ല ശരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. ഒരു 40-45 മില്യൺ മാക്സിമം, അതിക്കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര മണ്ടത്തരമാണ്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടാർഗറ്റും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കാശില്ല, ഉള്ള ടാർഗറ്റൊക്കെ ഭയങ്കര എന്നാ പറയുക നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ഈ ഹോയലൻഡും സെർക്സിയും വെച്ചുകൊണ്ട് തന്നെ കളിപ്പിച്ചാൽ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ മത്തേസ് കുണിയ അതുപോലെ തന്നെ എംബിമോ ഇങ്ങനത്തെ പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ഈ 3 പ്ലെയേഴ്സിനെ നമ്മൾ ഗോൾസിൻ്റെ കാര്യത്തിൽ ആശ്രയിക്കേണ്ടി വരും. ടാക്ടിക്സും കാര്യങ്ങളും ആ രീതിയിൽ മെനഞ്ഞെടുക്കാൻ അമോറിം തയ്യാറാകണം. എന്നിട്ട് എനിക്ക് തോന്നുന്നത് കുറേയും കൂടെ നമുക്കൊരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ടീം കുറേയും കൂടെ ബാലൻസ്ഡ് ആകും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. നമുക്കൊരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇല്ല. നമുക്ക് ഈ കസമീറോ അല്ലെങ്കിൽ ഉഗാർത്തെ പോണക്കത്തെ മിഡ്ഫീൽഡറിനെ വെച്ചുകൊണ്ട് നമുക്ക് കളിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. ബ്രൂണോയെ നമ്പർ 8 ആയിട്ട് കളിപ്പിക്കും, കൂട്ടത്തിൽ ഉഗാർത്തെ കസമീറോ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ പറ്റത്തില്ല. ഉഗാർത്തെ ഒട്ടും പറ്റാത്തതുകൊണ്ട് കസമീറോ യൂസ് ചെയ്യുന്നത്. കസമീറോയുടെ അവസ്ഥ എന്താണ്? കസമീറോ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഇനിയിപ്പം സിംഗിൾ പിവറ്റ് നടക്കത്തില്ല. കസമീറോയെ വിൽക്കാൻ വേണ്ടി യുണൈറ്റഡ് നോക്കുന്നുണ്ട്. 15 മില്യൺ പൗണ്ട്സ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു നഷ്ടമില്ലാതെ
ബുക്സിൽ നഷ്ടമില്ലാതെ നമുക്ക് വിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 മില്യൺ പൗണ്ട്സ് വേണം. അതിനുവേണ്ടി യുണൈറ്റഡ് മരിച്ച് കിടന്ന് ശ്രമിക്കുന്നുണ്ട്. ഒരു സൗദിയിൽ നിന്ന് പോലൊരു ഓഫർ കസമീറോയ്ക്ക് വരാത്ത ശരിക്കും ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഫർ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, ഒരു പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, കസമീറോയെ അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കസമീറോയെ വിട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടാർഗറ്റിനെ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഡഗ്ലസ് ലൂയിസ് പോണക്കത്തെ പ്ലെയറിനെയൊക്കെ ലോണിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. യുവൻറ്റസുമായിട്ട് അവൻ ഒരിഞ്ഞടിയില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡ്രീം സൈനിങ് ബലേബ, വാർട്ടൺ ഒക്കെ പോണക്കത്തെ സൈനിങ്, അങ്ങനത്തെ മാർക്യൂ സൈനിങ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറൊരു സൈനിങ് ഒന്നും പ്ലാൻ ചെയ്യാതെ ഒറ്റ ഒരു മിഡ്ഫീൽഡറിന് വേണ്ടി മാത്രം നമ്മൾ നിൽക്കേണ്ടി വരും. ബാക്കി സെല്ലിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു അപ്ഡേറ്റും ഇല്ല. ചുമ്മാ എന്നാ പറയുന്നത്, തോന്നിയ പോണക്ക് വൃത്തികെട്ട സോഴ്സുകൾ, യാതൊരു ക്രെഡിബിളും അല്ലാത്ത സോഴ്സുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരും അങ്ങോട്ട് മൈൻഡേ ചെയ്യണ്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക. ബൈ.